കാത്തിരിപ്പിൻ്റെ അവസാനം ഇട്ടുകൊണ്ട് എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. 6 മണിക്കുള്ള ഷോ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ സെൻറ്ററുകളിലും തുടങ്ങിയിട്ടുണ്ട് ഷോ. ലാലേട്ടൻ്റെ എൻട്രിയും ആ ലാലേട്ടൻ്റെ ആ മോഹൻലാൽ എന്ന് എഴുതുന്നു, L2E എമ്പുരാൻ എന്ന് എഴുതണം. ലാലേട്ടൻ്റെ എൻട്രി, ആ ഓളം, FTFS ഓളം എല്ലാം നഷ്ടമായിരിക്കുകയാണ്. ഒരു ഫാൻ ബോയ് മൊമെന്റ് ഇപ്പോൾ എന്താ പറയാനാ, ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഒന്ന് തിയേറ്ററിലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. 6:15 ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ കുറേ നേരം തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്ന് മിസ് ചെയ്തവിടെ. ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ കാണാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം ഇപ്പോഴും ഉള്ളിലുണ്ട്. എനിക്ക് 2ാമത്തെ ദിവസമാണ് സിനിമയുടെ ടിക്കറ്റ് കിട്ടിയത്. അത് ഏറ്റവും ഫ്രണ്ടിലാണ് കിട്ടിയത്. സോ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പടം കണ്ടോളൂ, റിവ്യൂ ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നും സ്പോയിലേഴ്സ് ഒന്നും ദയവ് ചെയ്ത് പുറത്തു വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവും. കുറേ വരും, ഉറപ്പായിട്ടും വരും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങളെ സിനിമയെ കൊല്ലരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വേളയിൽ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടരും സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ വന്നിട്ട് അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എമ്പുരാൻ്റെ സിനിമയുടെ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ ഒരു ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ചെറിയൊരു ഹോപ്പ് വെച്ചിട്ടാണ് പോയത്, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഇല്ലാതായി. അപ്പം തുടരും നല്ലൊരു ട്രെയിലറാണ് കേട്ടോ. തരുൺമൂർത്തി, വൺ നെയിം തരുൺമൂർത്തി, അറിയാലോ പുള്ളിയുടെ സിനിമകളൊക്കെ. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ലാലേട്ടൻ്റെ ഒരു വിൻറ്റേജ് ലാലേട്ടനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു മാനറിസം, ഒരു കോമഡി, ഒരു ഫാമിലി ഒരു മൂഡാണ് പടം. പക്ഷേ അവസാനത്തെ ഒരു 20 സെക്കൻഡ് അതാണ് എൻ്റെ മൈൻഡ് സ്ട്രൈക്ക് ചെയ്തത്. ലാലേട്ടൻ്റെ ആ ഒരു ചിരി, പിന്നെ മഴയത്ത് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, രോമാഞ്ചം. സത്യം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ഇതിൽ നമുക്കൊരു തുടരുമെന്ന സിനിമയിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും, ഉറപ്പായിട്ടും. പിന്നെ ശോഭന മാമിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു കോമ്പിനേഷൻ കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ 2 പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടുമാണ്. ഇതെങ്കിലും എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതെങ്കിലും എനിക്കൊന്ന് ഫസ്റ്റ് ഡേ കാണണം. ഒരു മലയാള ഒരു ഫാമിലി പടമാണെങ്കിലും ലാലേട്ടൻ്റെ ഒരു സിനിമ, FTFS, ലാലേട്ടൻ്റെ ദളപതിയുടെയും ലാലേട്ടൻ്റെ ഒരു സിനിമ കാണാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സങ്കടം. FTFS ഞാൻ ഇവർ രണ്ടുപേരെയും ഡൈ ഹാർട്ട് ഫാനാണ്. അപ്പം തുടരും. എനിക്ക് ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലവ് ദിസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടരും ട്രെയിലർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ഇടുന്നതാണ്. അവിടുത്തെ ഒരുപാട് ഫ്ലെക്സ്, രാജുവേട്ടൻ്റെയും ലാലേട്ടൻ്റെ കുറച്ച് ഫ്ലെക്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ആക്കി ഇടാം. അപ്പോൾ ശരിയാണ്.